ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കാച്ചിൽ വെച്ചിട്ട് ഒരു കറിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് കാണാം ഇതെങ്ങനെ റെഡിയാക്കാം എന്ന്. ഏറ്റവും മുമ്പ് ഞാനിവിടെ 2 കാച്ചിൽ മീഡിയം സൈസിൽ കട്ടാക്കിയിട്ട് ഉപ്പ് വെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്ത ഈ കാച്ചിൽ നന്നായിട്ട് പശയുണ്ടായിരുന്നു. നാട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന കാച്ചിൽ ഇങ്ങനെ പശ ഉണ്ടാവില്ല, പക്ഷേ ഇത് ഇവിടെ തന്നെ കിട്ടുന്ന കാച്ചിലാണ്. ആ കാരണത്തോണ്ട് ഇത് ഞാൻ കട്ടാക്കിയപ്പോൾ ഇതിൽ നന്നായിട്ട് പശ ഉണ്ടായിരുന്നു. ആ കാരണത്തോണ്ട് ഞാൻ ഇതിനെ ഉപ്പ് വെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 20 മിനിറ്റ് വരെ ഞാൻ ഇതിനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആ ഉപ്പ് വെള്ളം കളഞ്ഞ് കട്ടാക്കി വെച്ചിരിക്കുന്ന കാച്ചിൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് എല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് വെള്ളം അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കാച്ചിൽ നമുക്ക് നന്നായിട്ട് വേവിച്ചിട്ടാണ് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. കാച്ചിൽ വെന്ത് വരുന്ന വരെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരിപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഏറ്റവും മുമ്പ് ഞാനിവിടെ നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം കൊത്താണ് എടുത്തിരിക്കുന്നത്. ചെറിയ നാളികേരമായാലും കുഴപ്പമില്ല, പക്ഷേ ഞാനിവിടെ നാളികേരം കൊത്താണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, 4 വെളുത്തുള്ളി, 2 കൊച്ചുള്ളി. ഈ കൊച്ചുള്ളി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് സവോളയാണോ എന്ന്. സവോള അല്ല, ഇത് കൊച്ചുള്ളി തന്നെയാണ്. എനിക്ക് ഇവിടെ കിട്ടുന്ന കൊച്ചുള്ളിൻ്റെ സൈസ് ഇത്രയുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള കൊച്ചുള്ളിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ ഒരു 4-5 കൊച്ചുള്ളി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി. അപ്പം നമ്മളുടെ അരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ കാച്ചിൽ വെന്ത് വന്നിട്ടുണ്ടോ എന്ന്. അപ്പം നമ്മളുടെ കാച്ചിൽ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഇപ്പോഴും ബാക്കിയുണ്ട് പാനിൽ. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരത്തിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. അല്ലെങ്കിൽ ആ പച്ച ചൊവ്വ ഉണ്ടാവും ഇതിൽ. നാളികേരത്തിൻ്റെ ആ പച്ച ചൊവ്വ ഉണ്ടാവും. ആ കാരണത്തോണ്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി. അപ്പം നമ്മളുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ നെല്ലിക്ക സൈസിലുള്ള പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മളുടെ കാച്ചിൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഈ ഒരു കറീൻ്റെ കളർ ഡാർക്ക് പർപ്പിൾ കളറായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് മിക്സ് ചെയ്തപ്പോൾ ഇത് ഡാർക്ക് പിങ്ക് കളറായി മാറി. കണ്ട കറീൻ്റെ കളർ മാറിയത്? ഇനിയിപ്പോൾ ഇതൊരു ഡാർക്ക് പിങ്ക് കളറായി. നമ്മൾ ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു കളറിലായി ഈ കറി. ഇപ്പം പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റ് മാത്രം നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം.
ആ സമയത്ത് നമുക്ക് ഇതിൽ കടുക് കാച്ചി ഒഴിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവേൻ്റെ കളർ ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് തിരിച്ച് മറിച്ച് ഇടാട്ടോ, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഡാർക്ക് കളറാവും. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റിൽ നമ്മളുടെ കറിയിൽ കടുക് കാച്ചിയതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് ഇത് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം സൂപ്പർ ഈസി ആയിട്ടുള്ള കാച്ചിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക. ഈ കറീൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് കഞ്ഞി. കഞ്ഞിയും കാച്ചിൽ കറിയും പിന്നെ ഒരു ചുട്ട പപ്പടം ഉണ്ടായാൽ സൂപ്പറാവും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ബൈ ബൈ.